عليكم ورحمة الله. الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها كل بدعة ضلالة. ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങളെ, ഇവിടെ കൂടിയിട്ടുള്ള സഹപ്രവർത്തകരെ, പ്രത്യേകിച്ച് അബ്ദുൽ കരീം യൂസുഫ് എന്ന ഖാദർ ഭായി, എല്ലാവരെയും എൻ്റെ സന്തോഷം അറിയിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്. ശാരീരികമായ അസുഖം കാരണമായി ഞാൻ കുറച്ചുകാലം പ്രസംഗിക്കാൻ സാധിക്കാറില്ല. പലപ്പോഴും സദസ്സിന് ഉപകാരപ്രദമായ ആവാറുമുണ്ട്. ഇന്നിപ്പോൾ ആ ജാതി ഒരു ദിവസമാണ്. ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഏറ്റിട്ടുള്ള ഇവിടെ എത്തിയിട്ടുള്ള സെൽഫി അബ്ദുറഹ്മാൻ സെൽഫിക്ക് അടിയന്തരമായി ഇവിടുന്ന് പോകണം. അപ്പോൾ ഞാൻ കെട്ടിയിടുന്ന കൂട്ടത്തിൽ ഞാനും കൂടിയിട്ട് ആണ് ഇവിടെ തടഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ വളരെ നേരം ഇവിടെ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നത് ശരിയല്ല. ഏതായിരുന്നാലും ഒരു സമൂഹത്തെ ശരിക്ക് ധാർമ്മികമായി മാറ്റിമറിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്യുവാൻ പള്ളിക്കാണ് സാധിക്കുക. നമുക്കെല്ലാവർക്കും അറിയാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ജന്മനാട്ടിൽ വളരെ വിഷമിച്ച് ജീവിക്കുകയും പ്രബോധനത്തിനുള്ള ഒരു സൗകര്യം ലഭിക്കാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം മദീനയിലേക്ക് ചെല്ലുകയാണ്. മദീനയിൽ ചെന്നപ്പോൾ ആളുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാൻ വേണ്ടി പാഞ്ഞുകൂടി ഒട്ടകത്തിൻ്റെ മൂക്കുകാർ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഇതിൻ്റെ മൂക്കുകാർ വിടുകയാണ്. എവിടെയാണ് മുട്ടുകുത്തേണ്ടത്, ഞാൻ ഇറങ്ങേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഈ ഒട്ടകം മുട്ടുകുത്തും എന്ന് പറഞ്ഞ് വിടുകയും അവസാനം അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടുമുറ്റത്ത് ഈ ഒട്ടകം മുട്ടുകുത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇറങ്ങുകയും ചെയ്യും. വളരെ വളരെ ലളിതമായ, വളരെ സാധുവായ, ആകെ ഒരു വീട്ടിന് മുകളിൽ ഒരു റൂമും അടിയിൽ ഒരു റൂമും മാത്രമുള്ള, ഭാര്യയും ഭർത്താവും മാത്രം താമസിക്കുന്ന ഒരു വീട്ടിൻ്റെ മുന്നിലാണ് ഈ ഒട്ടകം മുട്ടുകുത്തിയത്. അവിടെയാണ് ഇറങ്ങേണ്ടത് എന്ന് അള്ളാഹു തീരുമാനിച്ചു എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി. അവിടെ ഒരു റൂം, മുകളിൽ അടിയിൽ ഒരു ചെറിയ റൂമുണ്ട്. ആ റൂമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൗകര്യം ഏർപ്പെടുത്തി. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി മുകളിൽ ചെന്നു. അവിടെ താമസിച്ചപ്പോൾ മുകളിൽ ഒരു വെള്ളത്തിൻ്റെ പാത്രമുണ്ടായിരുന്നു. അതിന് ചെറിയ ഓട്ട വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലേക്ക് വെള്ളം ഇറ്റുന്നു എന്ന് കണ്ടപ്പോൾ ഓടിയിറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുകളിലേക്ക് കയറ്റി അദ്ദേഹം താഴ്ന്നു. അപ്പോൾ ആളുകളൊക്കെ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എവിടെയാണ് താമസിക്കേണ്ടത്, എന്താ വേണ്ടത്, എങ്ങനെയാണ് വേണ്ടത് അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിടി, എനിക്കിവിടെ ആവശ്യം ഒരു പള്ളി മാത്രമാണ്, ഒരു പള്ളി. അതിന് പറ്റുന്ന ഒരു സ്ഥലം നിങ്ങൾ കാണിച്ച. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം നോക്കി കണ്ടുപിടിച്ചോളൂ, യാതൊരു വിരോധവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നോക്കി. ഇന്ന് മദീന പള്ളിയിൽ നിൽക്കുന്ന ആ സ്ഥലത്ത് അന്ന് മൃഗങ്ങൾ മുളയുന്ന, രാത്രി മൃഗങ്ങൾ മുളയുന്ന വിശ്രമിക്കുന്ന സ്ഥലമാണ്. ഇത് തിരക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് എന്താ വില, ആരാണ് ഇതിൻ്റെ ആള് എന്നൊക്കെ ചോദിച്ചപ്പോൾ അത് സാരമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് പിന്നെ ആളുകൾ പറഞ്ഞു, അത് സാരമില്ല, നബിക്കിതില്ലേ ആവശ്യം, അത് ഞങ്ങൾ തരാം. അപ്പം പറഞ്ഞു, പറ്റില്ല, ഞാനത് പൈസ കൊടുത്ത് വാങ്ങാനാണ് വന്നിട്ടുള്ളത്, ഞാൻ അതിന് ആവശ്യമായ സംഖ്യ ഞാൻ മക്കയിൽ നിന്ന് തന്നെ കരുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവസാനം നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ കുടുംബത്തിൽപ്പെട്ട, അടുത്ത കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിയുടേതാണ് ആ സ്ഥലം. ആ സ്ഥലം കച്ചവടം ചെയ്തു. എന്നിട്ട് അവിടെ പള്ളി നിർമ്മിക്കുകയാണ്. പള്ളി നിർമ്മിക്കുന്ന പറഞ്ഞാൽ ഇന്ന് ഹജ്ജിനൊക്കെ പോകുമ്പോൾ കണ്ട മദീന പള്ളിയല്ലാതെ വളരെ വളരെ ചെറിയ നിലക്ക്, കാല് കഴുകി കയറേണ്ടതില്ല, ആ ജാതി ഒരു സൗകര്യമില്ല, വളരെ പിന്നെ വളരെ ഒരു സാധാരണഗതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുകയും ആ സംവിധാനം ഉപയോഗിച്ചാണ് ലോകത്ത് ഇന്ന് കാണുന്ന
ദീനിന്റെ ഇസ്ലാമികമായി എല്ലാ മാറ്റങ്ങളും ഉണ്ടാക്കിയത് ആ സ്ഥലത്ത് വെച്ചാണ്. ആ പള്ളിയിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുകയും ആളുകൾക്ക് ഉപദേശവും നിർദ്ദേശങ്ങളും നൽകുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് ചെറിയ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയാണ് ഭാര്യമാരെ താമസിപ്പിച്ചത്. അതാണ് പിന്നെ കേന്ദ്രമായി മാറിയത്. നമ്മളെ പള്ളികളൊക്കെ അങ്ങനെയുള്ള ഒരു കേന്ദ്രമായി മാറുകയാണ് സമൂഹത്തെ സംസ്കരിക്കാൻ വേണ്ടത്. ആ നിലയിലാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു സാധാരണ പള്ളികളൊക്കെ ഉണ്ട്, പിന്നെന്തിനാ അവിടെ ഒരു പള്ളി എന്ന് ചോദിക്കും. സാധാരണ നമ്മൾ അതിന് മറുപടി പറയാനുള്ള ഇസ്ലാമിൻ്റെ തത്വമാണ് വാന്നൽ മസാജിദില്ല. പള്ളികൾ അള്ളാഹുവിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടാണ്, അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ്. ഫലാത്ത് ദുആ അല്ലാഹി അഹദ, എങ്കിൽ അള്ളാഹുവിൻ്റെ കൂടെ വേറെ ആരെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കരുത്. എത്ര ലളിതമാണ് ആ കാര്യം. ആദ്യം എന്ന് ചില ആളുകൾക്ക് അല്ലെങ്കിൽ ചില കാലക്കാർക്ക് തോന്നുകയും പിന്നെ അതിന് വലിയ പ്രാധാന്യം നൽകാതെ വേറെ പല ഏർപ്പാടുകളും ഏർപ്പെടുത്തുകയും ചെയ്തപ്പോൾ പഴയ പള്ളിയുടെ ഒരു രൂപം നമ്മളെ കൈവശമുണ്ടാകുകയും ഇതുപയോഗിച്ച് നമുക്ക് ഈ സമൂഹത്തെ വളർത്തിയെടുക്കുകയും മാറ്റിയെടുക്കുകയും ചെയ്യണം എന്നുള്ള ധാരണയിലാണ് നമ്മൾ പള്ളികൾ നിർമ്മിക്കാൻ തുടങ്ങിയത്. അല്ലാതെ ആരുമായിട്ടും രാഷ്ട്രീയമായി ഏറ്റുമുട്ടലിനോ അതല്ലെങ്കിൽ അധികാര വടംവലിക്കുമല്ല, മറിച്ച് ഈ ജനങ്ങളെ നന്നാക്കിയെടുക്കുവാൻ ഇതാണ് സൗകര്യം എന്നുള്ളതിനൊക്കെയാണ്. ഞാൻ അല്പം സംസാരിച്ച് അല്പം താമസിച്ചു പോയി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ പള്ളി കേന്ദ്രമാക്കി കൊണ്ടുപോകണം ഈ സമൂഹത്തിൽ ധാർമ്മികമായ മാറ്റങ്ങളും ധാർമ്മിക വിപ്ലവങ്ങളും ഒക്കെ നടത്താൻ നമ്മൾ ഈ പള്ളി ഉപയോഗിക്കണം. ആ പള്ളിയുമായി എല്ലാവരും സഹകരിക്കണം. ആരുടെ മേലും യാതൊരു നിർബന്ധവും നമ്മൾ ചെലുത്തുകയില്ല. പക്ഷെ അതേ അവസരത്തിൽ എന്ത് നടക്കുന്നു എന്ന് വേണമെങ്കിൽ നിങ്ങൾ പരിശോധിക്കുകയും ശരിയല്ല എന്നുണ്ടെങ്കിൽ ഉണർത്തുകയും ചെയ്യുന്നതിന് യാതൊരു വിരോധവുമില്ല. സമൂഹത്തെ നന്നാക്കൽ മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. ആ ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവിടെ ഉദ്ഘാടനത്തിൽ ഇത്രയും ആളുകൾ നമ്മൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിനോട് ഈ ഉദ്ദേശം സഫലമാക്കി തരുവാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ഇതിന് വേണ്ടി എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്ത ഇതിന് കാരണക്കാരനായ ഞങ്ങൾക്ക് ആഹ്ലാദഭരിതമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച ഇതിന് സംഭാവന ചെയ്ത അബ്ദുൽ കരീം യൂസുഫ് എന്ന ഖാദിർ ബായിയെ ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുകയും അദ്ദേഹത്തിന് എൻ്റെ വക തന്നെ ഒരു നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. ഈ മൈക്കക്ക് മുന്നിൽ പരിചയമില്ലാത്തത് കൊണ്ട് ഇതിൽ അധ്യക്ഷം വഹിക്കേണ്ടത് നമ്മുടെ ഫൈസൽ മുസ്ലിയായിരുന്നു. അത് പറയാതെ തന്നെയാണ് ക്ഷണിച്ചത്. ആയതുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കാൻ വേണ്ടി നമ്മുടെ ബഹുമാന്യനായ ഫൈസൽ മുസ്ലിയാർ അവരുകളെ ക്ഷണിക്കുകയാണ്. അടുത്തതായി നമ്മുടെ ഈ പള്ളിയുടെ താക്കോൽ ബഹുമാന്യനായ നമ്മുടെ ഇതിനു വേണ്ടി പണം മുടക്കിയ അബ്ദുൽ കരീം യൂസുഫ് സാഹിബ് AP അബ്ദുൽ ഖാദിർ മൗലവിക്ക് കൊടുത്തുകൊണ്ട് നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും. മുഖ്യ പ്രഭാഷണം നിർവഹിക്കാനായി ജനാബ് അബ്ദുറഹ്മാൻ സലഫിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വസയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة